അവർ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെ പറ്റി. അതൊക്കെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു രാഷ്ട്രീയക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റാൻഡേർഡ് വേണം. ആ സ്റ്റാൻഡേർഡ് മനുഷ്യത്വം വേണം. ആ മനുഷ്യന്മാർക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കുക. അതുള്ളത് ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കാണ്. അവർക്ക് ഞാനൊരു വോട്ട് കൊടുക്കും. അത് മാത്രമല്ല, എല്ലാ ആളുകളും കൊടുക്കാൻ പറയും. ഈ എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, അങ്ങനെ കുറേ പേരിങ്ങനെ ഉമ്മയ്ക്ക് പിന്നാലെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു LDF സ്ഥാനാർത്ഥിക്ക്. അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണമാണ്, എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അവാർഡൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട്, കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് ആർക്ക് എനിക്ക് അവാർഡോ? എൻ്റെ അവാർഡ് ഇവിടെ വെക്കാൻ സ്ഥലമല്ല, അത്രത്തോളം കിട്ടിക്കിടക്കുക. എനിക്കിപ്പോൾ അവാർഡിനല്ല ആവശ്യം, മനുഷ്യൻ നന്നാവുക. നമുക്ക് പിന്നെ സ്വരാജിന് വോട്ട് കിട്ടുക, അതാണ് എൻ്റെ ഉദ്ദേശം. കാരണം അത്രയധികം ആ പയ്യൻ ഞങ്ങളോടൊന്നിച്ച് ഒരുപാട് കാലങ്ങൾ നിന്നിട്ടുണ്ട്. അവൻ്റെ ഈ സംസാരം കേട്ടാൽ ഞാനിങ്ങനെ പാളി നോക്കും. ഇത്ര ചെറുപ്പത്തിൽ ഇത്ര അധികം സംസാരിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണ്. ഇവനെ എന്തുകൊണ്ട് നല്ലൊരു നിലവാരത്തിലേക്ക് എത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴതാ വരുന്നു. അവരുടെ ആ ആലോചന വരലും അവന് തീരുമാനിക്കലും കഴിഞ്ഞു. അപ്പോൾ വളരെയധികം സന്തോഷമായി എനിക്ക് കണ്ടപ്പോൾ. ഈ നേതാക്കൾ തിരുത്താൻ തയ്യാറാകണ്ടേ ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ തിരുത്താൻ, അല്ലെങ്കിൽ അവർ വിലക്കണ്ടേ ഇതൊക്കെ? എല്ലാവർക്കും ദേഷ്യം തോന്നുന്നത് അവരോട്. കാരണം എന്താണെന്ന് അറിയോ, ഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഈ ആക്രമണ ശേഷം ഉമ്മ ആരെങ്കിലും വിളിച്ചിരുന്നോ, സംസാരിച്ചിരുന്നോ? ഞാൻ അവരുമായിട്ട് എന്തിനു സംസാരിക്കണം? എനിക്ക് അത്ര ആളുകളോട് സംസാരിക്കേണ്ട ആവശ്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ഒരു 3 സ്ഥലത്ത് പ്രാവശ്യം ഇവിടെ പോയി, ഇവിടെ അടുത്തൊരു ഇതിൽ. പിന്നെ ഇന്നലെ രാത്രി അങ്ങോട്ട് പോയി വൈകുന്നേരം. അപ്പോൾ ഇതൊക്കെ ഞാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? നല്ല ഭാഷ സംസാരിക്കും. അത് മാത്രമല്ല, നല്ലതായിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ ചാരി നിൽക്കും. അതുകൊണ്ട് അവർ മതി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ പോയി. ഈ എന്ത് ആക്രമണം ഉണ്ടായാലും LDF സ്ഥാനാർത്ഥികളുടെ പിന്തുണ അങ്ങനെ തുടരും അല്ലേ? അത് തന്നെ. എന്ത് ആക്രമണം ഉണ്ടായാലും ഞാൻ അവിടെ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ഞാൻ ഒരുപാട് അടി കിട്ടിയതാണ്, എനിക്ക് ഏറ് കിട്ടിയതാണ്. ഇതൊക്കെ കിട്ടിയിട്ട് ഞാൻ പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇനി പോകണം? ഇനി നിൽക്കും ഞാൻ മരിക്കുന്നത് വരെ. ആ